ഇവിടെ ബഹുമാനപ്പെട്ട മഹാനായ IPS ഓഫീസർ മലപ്പുറം ജില്ലാ SP ആയിരിക്കുമ്പോൾ നിർമ്മിച്ച മഹത്തായ കെട്ടിടമാണ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ അതിൻ്റെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നടന്ന കള്ളത്തരങ്ങളുടെയും ക്രിമിനൽ വിഷയങ്ങളുടെയും ഭാഗമായിട്ട് പോലീസിലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട് എന്ന് കുറച്ച് മുമ്പ് എന്നെ അറിയിക്കുന്നത്. ഈ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടം ഞാൻ മനസ്സിലാക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു അനുമതിയും ഇതിനില്ല. കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് അതിനെക്കുറിച്ചൊരു ധാരണയില്ല. അതുകൊണ്ടാണ് നേരിട്ടൊന്ന് വന്ന് പരിശോധിക്കാമെന്ന് വിചാരിച്ചു. അവിടെ സ്റ്റേഷനിൽ വന്ന് സ്വാഭാവികമായും ഇത് അറിയേണ്ട ഒരാൾ ഇത് രജിസ്റ്റർ കീപ്പ് ചെയ്യുന്നത് ഈ സ്റ്റേഷൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ആ SHOയെ വിളിച്ചു, അദ്ദേഹം ഇവിടെ ഇല്ല. പിന്നെ റൈറ്ററോടാണ് ചോദിക്കാൻ സാധിക്കുക. ഞാനിപ്പോൾ കണ്ട പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത് അവർ 3-4 മാസം, ഒരു 6 മാസത്തിനുള്ളിൽ ഇവിടെ വന്നവരാണെന്നാണ്. അവർക്കറിയില്ല. അപ്പോൾ റൈറ്ററെ വിളിച്ചപ്പോൾ അതേ ഇപ്പോഴും എയർപോർട്ടിൽ കേസ് നോക്കാൻ പോയിരിക്കുന്നു. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇപ്പോഴും വിട്ടിട്ടില്ല, മനസ്സിലായില്ലേ? അപ്പം ഏറ്റവും ആകർഷണ കേന്ദ്രം എയർപോർട്ടായിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. സുജിത് ദാസ് ഈ കാന്തം ഉണ്ടല്ലോ, എന്താ പറയുക, ആ മാഗ്നറ്റിക് പവർ ഇപ്പോഴും ഇവിടുന്ന് ഒഴിവായിട്ടില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വ്യാപകമായി പറയപ്പെടുന്നത് വലിയ പണപ്പിരിവ് നടത്തിയിരിക്കുകയാണ്. എന്താണ്? കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ ഒരു കെട്ടിടം കൂടി നിർമ്മിക്കണം. പോലീസുകാർ ഭയങ്കര പ്രയാസത്തിലാണ്. അതുകൊണ്ട് ഞാനതിന് മുൻകൈ എടുത്തിരിക്കുകയാണ്. സർക്കാരിന് ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയാണ്. എല്ലാവർക്കും അറിയാമല്ലോ, 5 പൈസ കേന്ദ്രം തരുന്നില്ല. 1,20,000 കോടി രൂപ കേന്ദ്രം തരാനുണ്ടെന്നറിയാം. ശമ്പളം കൊടുക്കാൻ തന്നെ ബുദ്ധിമുട്ടുന്നു. ഇടക്കാലത്ത് പെൻഷൻ നിന്നുപോയി. ഇങ്ങനെയൊക്കെ ആയിട്ട് പോകുന്ന 1.5 വർഷമായല്ലോ. അപ്പോൾ സർക്കാരിനെ സഹായിക്കാൻ അങ്ങോട്ട് തീരുമാനിച്ചു അദ്ദേഹം. ഒരു സ്റ്റേഷനിൽ ഒതുങ്ങിയതുകൊണ്ട് മലപ്പുറം ജില്ലയിലെയും തൊട്ടടുത്ത കോഴിക്കോട് ജില്ലയിലെയും കോറി വ്യവസായികളൊക്കെ തൽക്കാലം രക്ഷപ്പെട്ടു. അദ്ദേഹം എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഇങ്ങനെ സപ്പോർട്ടിംഗ് കെട്ടിടങ്ങൾ കെട്ടാതിരുന്നത് ഈ നാടിൻ്റെ ഭാഗ്യമായി കാണുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇങ്ങനെ സ്വാഭാവികമായിട്ടൊരു SP വിളിക്കുകയാണ് ഒരു കോറി ഉടമയെ. എങ്ങനെ ഒരു കോട്ടക്കലൊരു പോലീസ് സ്റ്റേഷന് ഒരു സപ്പോർട്ടിംഗ് ബിൽഡിംഗ് കെട്ടുന്നുണ്ട്, നിങ്ങൾ ഇത്ര ലക്ഷം രൂപ നൽകണം. സഹായിക്കണം എന്നില്ല വാക്കൊന്നും അദ്ദേഹത്തിന് വരില്ല. പിന്നെ ഇവിടുത്തെ ഈ പറയുന്ന ഒന്നും അറിയാത്ത സാധാരണക്കാരായ കോട്ടക്കൽ, നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ തന്നെ വലിയൊരു കൊമേഴ്സ്യൽ സിറ്റിയായി മാറിയിരിക്കുക. ഒരുപാട് വ്യാപാര സമുച്ചയങ്ങളുണ്ട്. ഈ പരിസര പ്രദേശത്തെ വ്യാപാരികളോട് ഈ നാട് നീളെ കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തത് പോക്കറ്റിലാക്കാൻ ഉണ്ടാക്കിയ മറ്റൊരു പദ്ധതിയാണ് ഈ കാണുന്ന ഈ 2 മുറി ബിൽഡിങ്. അപ്പോൾ ഈ വിഷയം ഇന്നലെ ബഹുമാനപ്പെട്ട DIG മലപ്പുറത്ത് നടത്തിയ മൊഴിയെടുപ്പിൽ ഈ വിഷയം പ്രത്യേകമായി തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനൊരു വൻ അഴിമതി പണമുണ്ടാക്കാനായിട്ട് SP-യുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എൻ്റെ അന്വേഷണത്തിൽ ആ തരത്തിലുള്ള സർക്കാരിൻ്റെ ഒരു ഫണ്ടോ പെർമിറ്റോ ഒന്നുമില്ല. അപ്പോൾ ആ ബോർഡ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ഒരു ഫലകം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ നിന്നത് സൂചനയാണ്. സാധാരണ സർക്കാരിൻ്റെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പെർമിഷന് എങ്ങനെ ഫണ്ട് വന്നു, എത്ര രൂപ ചെലവഴിച്ചു, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഇനി പൊതുവിൽ പിരിച്ചെടുത്തതാണെങ്കിൽ അത് പ്രത്യേകം ആ ഫലകത്തിൽ എഴുതണം, അത് പ്രദർശിപ്പിക്കണം. ആ പണം തന്ന ആളുകളുടെ ഡീറ്റെയിൽസ് വെളിപ്പെടുത്തണം. ഒന്നുമില്ല. അതായത് കഴിഞ്ഞ 3 ചില്ലാന വർഷക്കാലം ADGP അജിത് കുമാറിൻ്റെ ശിക്ഷനായി ഈ കൊള്ളക്കും കൊലക്കും ഈ തട്ടിപ്പിനും ഈ കള്ളക്കടത്തിനും ഒക്കെ കൂട്ടുനിന്ന് അതിൻ്റെ ഒരു എന്താ പറയുക നേർക്കാഴ്ചയായി, അതിൻ്റെ ഒരു സ്മാരകമായി ഒരു കെട്ടിടം കോട്ടക്കൽ അങ്ങാടിയിൽ പോലീസ് സ്റ്റേഷൻ്റെ മുറ്റത്ത് നിലനിൽക്കുകയാണ്. ഇതാണ് വെള്ളരിക്കാപട്ടണം എന്ന് പറയുന്നത്. ഇവരെന്താ മനസ്സിലാക്കിയത്? ഇത് ആരും ഒന്നും കാണില്ല. ലോകം അവസാനിക്കുന്നവരെ ADGP അജിത് കുമാർ, ഇവിടുത്തെ ADGPയും സുജിത് ദാസ്, അദ്ദേഹം റിട്ടയർ ചെയ്യുന്നവരെ ഇവിടെ SP-യും അതിൻ്റെ മോളെ എന്നോട് പറഞ്ഞതുപോലെ MLA-യുടെ വിനീത വിധേയനായി 25 വർഷം സേവനം ചെയ്ത് നിങ്ങളെ സഹായിക്കാൻ ഞാനുണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. അതൊക്കെയാണ് ഇതിൻ്റെ സാക്ഷ്യപത്രം.
ആ പറഞ്ഞതിൻ്റെ ബാക്കി പത്രമാണ്. എന്തുകൊണ്ട് പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പണത്തിൻ്റെ വിവരങ്ങൾ ഇവിടെ ബോധ്യപ്പെടുത്തിയില്ല? ഇതൊരു വില്ലേജ് ഓഫീസിലോ ഒരു പഞ്ചായത്ത് ഓഫീസിലോ ഒരു സർക്കാർ ആശുപത്രിയുടെ മുറ്റത്തോ ആണെങ്കിൽ ആരത് കൈകാര്യം ചെയ്യുക? അതിനവിടുത്തെ പൊതുപ്രവർത്തകരുണ്ടാവും, അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരുണ്ടാകും, ആ നാടിലെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളുണ്ടാകും, അതിനൊരു കമ്മിറ്റി ഉണ്ടാകും, അതിനൊരു പിരിവുണ്ടാകും, അതിനൊരു കണക്കുണ്ടാകും. അതൊക്കെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാണ്. ജനങ്ങൾക്ക് അതിൽ ഇടപെടാൻ കഴിയും, അത് അന്വേഷിക്കാൻ കഴിയും. ആ കമ്മിറ്റി ജനറൽ ബോഡി ഉണ്ടാവും, കണക്ക് അവതരിപ്പിക്കും. ഈ കെട്ടിടം നിർമ്മിച്ച് പൂർത്തിയാകുമ്പോൾ ഇത് നാട്ടിൽ നടക്കുന്നതല്ലേ? പോലീസ് സ്റ്റേഷൻ്റെ മുറ്റത്തേക്ക് ആരെങ്കിലും കയറി വരുമോ? കഴിഞ്ഞ 3-3.5 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് എന്താണ് മലപ്പുറം ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളുടെ അവസ്ഥ? മാന്യന്മാർക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത ഈ പറയുന്ന സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രങ്ങളാക്കി മാറ്റിയില്ലേ പോലീസ് സ്റ്റേഷനുകൾ? അപ്പോൾ ആരും ഒന്നും അറിയില്ല. എന്തായാലും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് എന്നെ അറിയിച്ച ഇവിടുത്തെ പൊതുപ്രവർത്തകർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും സത്യത്തിൽ ഈ നാട് അഭിവാദ്യം അർപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തെക്കുറിച്ച് വളരെ വിശദമായ ഒരു പരാതി നൽകും. ഇന്നലെ നൽകിയ പരാതിയിൽ ബഹുമാനപ്പെട്ട DIG ആ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്.